ഒരുപാട് പേർ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? അതിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ, വലിയ കമ്പനിയൊക്കെ വേണ്ടേ എന്ന്. നോ വണ്ടർ മോസ്റ്റ് പീപ്പിൾ തിങ്ക് യൂറോപ്പ് ഈസ് സോ കോംപ്ലിക്കേറ്റഡ്. ബട്ട് ലിസൺ കെയർഫുള്ളി. യൂറോപ്പ് എക്സ്പെൻസീവ് അല്ല ഒരിക്കലും. ബട്ട് യൂറോപ്പ് വളരെയധികം ഡിസിപ്ലിൻ ആണ്. അവർക്ക് ചീപ്പ് പ്രൊഡക്ട്സ് വേണ്ട, അവർക്ക് ക്വാളിറ്റി വേണം. നിങ്ങളുടെ ഇൻറ്റൻഷൻ പ്യുവർ ആയിരിക്കണം, ഒരു ഒത്തൻറ്റിസിറ്റി വേണം. ഫോർ എക്സാമ്പിൾ, ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ആണോ നിങ്ങൾക്കുള്ളത്? യൂറോപ്പ് ലവ്സ് ഇറ്റ്. നിങ്ങൾക്കുള്ളത് ഓർഗാനിക് സ്പൈസസ് ആണോ? ദേ ഓഫർ പ്രീമിയം പ്രൈസസ്. ഇനി ആയുർവേദ പ്രൊഡക്റ്റ് ആണോ? ഇറ്റ്സ് എ ലക്ഷറി കാറ്റഗറി. സസ്റ്റൈനബിൾ ബ്രാൻഡ്സിന് മാസീവ് ഡിമാൻഡാണ് യൂറോപ്പിലുള്ളത്. നമ്മൾ ഇവിടെ നോർമൽ എന്ന് കരുതുന്ന പല പ്രൊഡക്ട്സും അവർക്ക് എക്സോട്ടിക് ആണ്. ദാറ്റ്സ് എ ഡിഫറൻസ്. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യെസ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് വളരെ സ്ട്രിക്റ്റ് ആണ്. കംപ്ലയൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഡോക്യുമെൻറ്റേഷൻസ് പ്രോപ്പർ ആയിരിക്കണം. പാക്കേജിങ് വേൾഡ് ക്ലാസ് ആവണം. ബട്ട് വൺസ് യു എൻ്റർ ഇൻ ടു യൂറോപ്പ് മാർക്കറ്റ്, പ്രൈസ് അല്ല അവരുടെ പ്രശ്നം. അവർക്ക് വേണ്ടത് നല്ല പ്രൊഡക്ട്സ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ല റെസ്പെക്റ്റ് കിട്ടും. ദേ ആർ റിയലി പ്രൊഫഷണൽസ്. അവിടെ നിങ്ങൾക്ക് തീർച്ചയായും ലോങ് ടൈം ബയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ലോക്കൽ മാർക്കറ്റിൽ നിങ്ങൾ വെറും ഒരു സപ്ലയർ മാത്രമായിരിക്കാം, എന്നാൽ യൂറോപ്പിൽ അങ്ങനെ ആവില്ല. ഷുവർ. സത്യത്തിൽ നമ്മളുടെ ഒക്കെ പ്രശ്നം ഇങ്ങനെ ചെറുതായി ചിന്തിക്കുന്നതാണ്. അതാണ് ശരിക്കും റിസ്ക്. സോ പ്ലീസ് തിങ്ക് ബിഗ്. ഗ്ലോബൽ തിങ്കിങ് ആണ് ശരിയായ മാർഗം. സോ ഇഫ് യു ആർ റെഡി ടു ഗോ ബിയോണ്ട് കേരള, ബിയോണ്ട് ഇന്ത്യ, യൂറോപ്പ് ഈസ് വെയിറ്റിംഗ് ഫോർ യു. Think premium, think global, think exports. If you would like to know more about this, comment below export.